വരുമ്പോൾ ശ്രീ ആയൂർ ബിജു വിസ്മയം സംഭവിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞ് ശരിയായെന്ന് തന്നെ വന്നിരിക്കുകയാണ്. 4 വിസ്മയങ്ങളെങ്കിലും അദ്ദേഹത്തിന് എടുത്തു പറയാനായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നേരത്തെ പരിഹസിച്ചത് വെറുതെ ആയിപ്പോയി. അല്ല, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിസ്മയം വനവാസമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണയും പറഞ്ഞു. അതാണ് ഞാൻ ഈ ചർച്ചയിൽ ന്യൂസ് 18-ൻ്റെ ചർച്ചയിൽ മഞ്ജുഷിനോടൊപ്പം നിങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം സംവദിക്കുകയാണ്. 100 സീറ്റില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് ഓരോ ദിവസവും പറയുന്ന വി ഡി സതീശനെ വനവാസത്തിലേക്ക് വിടുവാൻ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 140 സീറ്റുകളിലും കൃത്യതയോടെ സൂക്ഷ്മതയോടെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആപ്റ്റായിട്ട് ഉള്ളത് ആരാണ്? ഒരുപക്ഷെ പാർട്ടി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ പൊതുസ്വതന്ത്രൻ, അല്ലെങ്കിൽ കലാകാരന്മാർ, അങ്ങനെ അവരെയൊക്കെയും ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്കയുമില്ല. LDF അല്ലെങ്കിൽ മറ്റാര് എന്ന് ഞങ്ങൾ പണ്ട് ചോദിച്ചതുപോലെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പണ്ട് പറഞ്ഞതുപോലെ ഇപ്പോഴും ഞങ്ങൾ മറ്റാരുണ്ട് LDF അല്ലാതെ. സീറ്റുകൾ എന്ന് പറയുമ്പോൾ ചില പേയ്മെൻറ്റ് സീറ്റുകളുമുണ്ട്. അല്ല, പേയ്മെൻറ്റ് ഒരു കാരണവശാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മഞ്ജുഷിന് നിങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു പേയ്മെൻറ്റ് സീറ്റിനെ കുറിച്ച് പറയാമെങ്കിൽ ഞാൻ താങ്കൾക്ക് വഴങ്ങിത്തരാം. ഒരു സീറ്റ് ഇത് പേയ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ 3 സീറ്റ് ചാലക്കുടി, പെരുമ്പാവൂർ, ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ഒരിക്കലുമല്ല. ചാലക്കുടിയും പെരുമ്പാവൂരും അല്ലെങ്കിൽ പിറവും ഒക്കെ ആയിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി താങ്കൾ ഇങ്ങോട്ട് അതല്ല, അതെ, അല്ല, താങ്കൾ ഉദ്ദേശിച്ചത് തന്നെയാണ് 3 സീറ്റ്. ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ്, മാണി ഗ്രൂപ്പിൽ പെടുന്ന ഒരാളാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനൊരു കീഴ്വഴക്കം ഇതേവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പേയ്മെൻറ്റ് സീറ്റും ഞങ്ങൾക്കില്ല. ഇനി നോക്കൂ, താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞു തകരും തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി. തകരും തകർക്കും തകർന്നു കഴിഞ്ഞെന്നേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മഞ്ജുഷേ. പുല്ലൂർ മണ്ഡലത്തിൽ, കൊല്ലം ജില്ലയിലെ പുല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇന്ന്, ഒരു വിമതൻ അവിടുന്ന് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ പറയുന്നില്ല. അതൊരു എൽദോസ് കുന്നംപള്ളി, അദ്ദേഹം പ്രകടനം നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ എന്തായാലും പാർട്ടിക്കൊപ്പം അല്ലല്ല, ഞാൻ വരാം. ജോസഫ് വാഴക്കൻ്റെ ഒരു കഥ നിങ്ങൾ തന്നെ പറഞ്ഞു. ജോസഫ് വാഴക്കൻ 20 ലക്ഷം രൂപയുടെ ഫ്ലെക്സ് അടിച്ചു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചിലവ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കും. 20 ലക്ഷം രൂപ ആകെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ ചിലവാക്കപ്പെടുന്നത് 40 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപ ഇന്ന് മുടക്കിയെന്ന് അദ്ദേഹത്തിൻ്റെ സോഴ്സ് അദ്ദേഹം കാണിക്കേണ്ടി വരും. അതൊരു വലിയൊരു തെറ്റാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ചടയമംഗലം മണ്ഡലം MM നസീർ എന്ന് പറയുന്ന ഒരു ആളിന് കൊടുത്തു. അവിടെ INTUC പ്രസിഡന്റ് അദ്ദേഹം മത്സരിക്കാൻ അവിടെ സജ്ജമായിട്ട് നിൽക്കുകയാണ്. INTUC എതിര് പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി പുനലൂർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് കൊടുത്തതുകൊണ്ടാണ് അവിടെ വിഷയം നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർ ഒറ്റ തീരുമാനം എടുക്കണം. ഒരു ഏകകക്ഷി ഭരണം, അല്ലെങ്കിൽ ഏകകക്ഷി മുന്നണി പിരിച്ചുവിട്ടെ. കേരളത്തിൽ ഞങ്ങൾ മുന്നണി ഒറ്റ ആരും വേണ്ട. അങ്ങോട്ട് പോയി ചെല്ലുമ്പോൾ ലീഗിന് എതിർപ്പൊന്നുമില്ലായിരുന്നു. 27 സീറ്റ് അവരെ സമ്മതം പ്രകടിപ്പിച്ചതാണ്. അതാണ് PJ ജോസഫിന്റെ 2 സീറ്റുകൾ എടുക്കുന്നതിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മുന്നണിയിൽ തർക്കമൊന്നുമില്ല. അല്ല, മുന്നണി തർക്കമില്ലെങ്കിലും പാർട്ടിക്കാർ, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്കാര്, പുനലൂരിലെ മുനിസിപ്പൽ കൗൺസിലറാണ്, ഉപാധ്യക്ഷനല്ല, പ്രതിപക്ഷ നേതാവാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത്. നടപടി എടുത്തിട്ടില്ല ഇതേവരെ. കോൺഗ്രസ് തയ്യാറുണ്ടോ? കോൺഗ്രസ് ഇനി താങ്കൾ പറഞ്ഞു ഇവിടെ ആരൊക്കെയോ ലൈനിൽ വന്നുവെന്ന്. ആരാണ്? K. സുധാകരൻ അടങ്ങിയിരിക്കുമോ? ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ഇദ്ദേഹം പറയുണ്ടായ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു മുറിവേറ്റ സിംഹത്തിൻ്റെ അവസ്ഥ അറിയാമോ? മുറിവേറ്റ സിംഹം എന്തു ചെയ്യും? തൽക്കാലം മുറിവ് ഉണങ്ങുന്നവരെ നിൽക്കും. അത് കഴിയുമ്പോൾ അവൻ വീണ്ടും അവൻ്റെ പഴയ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊന്നും ശുഭകരമല്ലെന്നേ. ഇവിടെ എവിടെയാണ് ശുഭകരം? ഇനി ഞാൻ മറ്റു കാര്യം ചോദിക്കാം. ജോസഫ് വാഴക്കനും ദീപ്തിയും ഒക്കെ അടങ്ങിയിരിക്കുമോ? K. സുധാകരൻ അടങ്ങിയിരിക്കും. K. സുധാകരൻ ഫാക്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. നടക്കാൻ വയ്യ, എണ്ണിച്ച് നിൽക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ വിഷ്വൽസൊക്കെ കണ്ടാൽ അറിയാം, പിടിച്ചുകൊണ്ട് പോകണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അൽഷിമേഴ്സ് ബാധിതനാണ്. ആ ഒരാളാണ് ഇനി ഞാൻ കോൺഗ്രസിനെ നയിക്കും. അദ്ദേഹം ഊർജ്ജസ്വലനായിട്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന് TO മോഹനെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ അനാരോഗ്യമുണ്ട്. പക്ഷെ അതൊക്കെ വകവയ്ക്കാതെ തന്നെയാണ് അദ്ദേഹം സജീവമായി നിൽക്കുന്നത്. അദ്ദേഹത്തെ ആ രീതിയിൽ താങ്കൾ ആക്ഷേപിക്കേണ്ട. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ആനന്ദ് കൊച്ചു
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.